ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ പറഞ്ഞത് ഹുദൈബിയ സന്ധിയെക്കുറിച്ചായിരുന്നു. ഹുദൈബിയ സന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഹുദൈബിയയിലെത്തി. അവിടെ നിന്ന് പിന്നെ മുന്നോട്ട് പോകാൻ ഖുറൈശികൾ സമ്മതിച്ചില്ല. അതിനിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദൂതനായി മക്കയിലേക്ക് നിയോഗിച്ചു. ഞങ്ങൾക്ക് മറ്റ് യാതൊരു ലക്ഷ്യങ്ങളുമില്ല, ഉംറയാണ് ലക്ഷ്യമെന്ന് അറിയിച്ചെങ്കിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്നത് താമസിച്ചപ്പോൾ അദ്ദേഹം വധിക്കപ്പെട്ടുവെന്ന് കിംവദന്തി ഉണ്ടാവുകയും ഒരു മരച്ചുവട്ടിൽ വെച്ച് പ്രവാചകനും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോരക്ക് പ്രതികാരം ചോദിക്കണമെന്ന രൂപത്തിൽ. അതാണ് ബൈഅത്തു റിദ്വാൻ എന്നറിയപ്പെടുന്നത്. തുടർന്ന് ഹുദൈബിയയിൽ വെച്ച് സുഹൈൽ ബിൻ അംർ ഖുറൈശികളുടെ ഭാഗത്തും ദൂതനായി കടന്നു വന്നു. ചർച്ചകൾ ചെയ്തു, ഉടമ്പടികൾ റെഡിയാക്കി. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ പൂർത്തിയാക്കാതെ അവിടെ വെച്ച് തന്നെ തഹല്ലുലായി ഇഹ്റാമിന്ന് വിരമിച്ച് മദീനയിലേക്ക് മടങ്ങിപ്പോന്നു. ഇതാണ് ആ ഹുദൈബിയ സന്ധിയുടെ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഇനി പറയാനുള്ളത് ഖൈബർ യുദ്ധമാണ്. എന്താണ് ഖൈബർ യുദ്ധം? അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളുമായി ക്രൈസ്തവരും യഹൂദികളും ഒക്കെയായി ഉടമ്പടികളിൽ ഏർപ്പെട്ടിരുന്നു. ആ കരാറുകൾ ലംഘിച്ചുകൂടാത്തതാണ്. എന്നാൽ ഖൈബറിലെ യഹൂദികൾ ആ കരാറുകൾ ലംഘിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളെ സഹായിക്കുന്ന പണിയെടുക്കുകയും ചെയ്തു. ഇതാണ് ഖൈബർ യുദ്ധത്തിൻ്റെ ഒരു കാരണം. ഹുദൈബിയയിൽ നിന്ന് മടങ്ങിയ ശേഷം ഹിജ്റയുടെ 7-ാമത്തെ കൊല്ലം മുഹറം മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പുറപ്പെട്ടു. കോട്ടകളും കൃഷിയിടങ്ങളും നിറഞ്ഞ ഒരു വലിയ പട്ടണ പ്രദേശമായിരുന്നു ഖൈബർ. മദീനയുടെ വടക്ക് 80 മൈൽ അകലെയായി കിടക്കുന്ന പ്രദേശമാണ് ഖൈബർ. യുദ്ധത്തിന് താല്പര്യമില്ലാത്തവർ ഖൈബറിലേക്കുള്ള സൈന്യത്തിൽ ചേരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഹുദൈബിയയിലെ മരച്ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കരാർ ചെയ്ത, അതായത് ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ മാത്രമാണ് ഖൈബറിലേക്ക് പുറപ്പെട്ടത്. അവർ 1400 പേരുണ്ടായിരുന്നു. മറുഭാഗത്ത് മുനാഫിക്കുകൾ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും ഉള്ളിൽ ഇസ്ലാമിനെതിരെ ഉള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൂട്ടുകയും ചെയ്തിരുന്ന മുനാഫിക്കുകൾ, അവർ ഖൈബറിലെ യഹൂദികൾക്ക് വേണ്ടി രംഗത്ത് വന്നു. മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബയ്യുബിന് സലൂൽ ഖൈബറിലെ യഹൂദികൾക്ക് രഹസ്യ സന്ദേശം നൽകി. എന്താണ് ആ സന്ദേശത്തിലെ ഉള്ളടക്കം? മുഹമ്മദ് നിങ്ങളെ ഉദ്ദേശിച്ച് നിങ്ങളിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ തയ്യാറാവുക. മുഹമ്മദിനെ നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങൾ ആൾബലത്തിൽ ശക്തരാണ്. മുഹമ്മദിൻ്റെ കൂടെയുള്ളത് ചെറിയ ഒരു സംഘം മാത്രമാണ്. അവരുടെ ആയുധങ്ങളോ വളരെ കുറച്ചു മാത്രവുമാണ്. ഇതായിരുന്നു ആ സന്ദേശത്തിലെ ഉള്ളടക്കം. ഈ വിവരമറിഞ്ഞ ഉടനെ ജൂതന്മാർ ഉണർന്നു, അവർ സജ്ജരായി.
അവർ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കൂട്ടി തങ്ങളുടെ സഖ്യകക്ഷികളിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചു, സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒപ്പമുള്ള 1400 പേരും ഖൈബറിലേക്ക് എത്തുകയാണ്. ഖൈബറിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ ഒപ്പമുള്ള സൈന്യത്തോട് അവിടെ നിൽക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. സൈന്യം അവിടെ നിന്നു. പട്ടണത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന നടത്തി. പിന്നെ അവിടുന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് നീങ്ങാൻ കൽപ്പിച്ചു. രാത്രി ഖൈബറിലെത്തി വിശ്രമിക്കുന്ന മുസ്ലിം സൈന്യത്തിൻ്റെ സാന്നിധ്യം സത്യത്തിൽ യഹൂദർ അറിഞ്ഞിരുന്നില്ല. നേരം പുലർന്നപ്പോൾ അവർ പതിവ് പോലെ കൃഷിയിടങ്ങളിലേക്ക് പുറപ്പെട്ടു. സായുധരായ മുസ്ലിം സൈന്യത്തെ കണ്ട അവർ ഭയന്നു വിറച്ചു. പട്ടണങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കോട്ടകളിൽ അഭയം തേടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഖൈബർ ഇതാ നശിച്ചു കഴിഞ്ഞു. അള്ളാഹുവാണ് വലിയവൻ. ഖൈബർ ഇതാ നശിച്ചു കഴിഞ്ഞു. ഒരു ജനതയുടെ മുറ്റത്ത് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ താക്കീത് നൽകപ്പെട്ടുകൊണ്ടിരുന്നവരുടെ പ്രഭാതം വളരെ അശുഭകരം. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യുദ്ധം ആരംഭിക്കുകയാണ്. ഇരു വിഭാഗത്തിനുമിടയിൽ യുദ്ധം തുടങ്ങി. ഇസ്ലാമിൻ്റെ പതാക ആർക്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞാൻ ഈ പതാക നൽകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആ സമയത്ത് ആരാണെന്ന് പറഞ്ഞില്ല. ഈ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അധികാരം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സന്ദർഭമാണത്. വേറൊന്നും കൊണ്ടല്ല, ആ പതാക ലഭിക്കുന്നയാൾക്ക് അയാൾ അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെട്ടയാളാണ്, അയാൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നയാളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. ആ സാക്ഷ്യം അത് ഞാനായിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായി എന്നാണ്. സ്വഹാബികളെല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി എവിടെ എന്ന് ചോദിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ആ പതാക, മുസ്ലിം സൈന്യത്തിൻ്റെ പതാക ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തെയും കൊണ്ട് നായിം കോട്ടയിലേക്ക് പോയി. ആ കോട്ട യഹൂദികളുടെ വീരപരാക്രമി മിർഹബിൻ്റെ സംരക്ഷണത്തിലുള്ളതായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ അത് നിഷേധിച്ചു തള്ളി. പിന്നീട് നടന്നത് ഘോരമായ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു മിർഹബിൻ്റെ കഥ കഴിച്ചു. ശേഷം അദ്ദേഹത്തിലൂടെ ഖൈബർ മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന 8 കോട്ടകളും മുസ്ലിങ്ങൾ ഓരോന്നോരോന്നായി ജയിച്ചടക്കി. ഇബ്നു അബിൽ ഹഖീഖ് പ്രവാചകനുമായി കൂടിയാലോചനയ്ക്ക് തയ്യാറാണ് എന്ന സന്നദ്ധത അറിയിച്ചു. അയാൾ ചോദിച്ചു, ഞാൻ കോട്ടയിൽ നിന്ന് ഇറങ്ങി അങ്ങുമായി സംസാരിക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അയാൾ ഇറങ്ങി വന്നു, പ്രവാചകനുമായി സംസാരിച്ചു. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തുകയാണ്. സന്ധി സംഭാഷണം ഇപ്രകാരമായിരുന്നു: കോട്ടകളിൽ നിന്നും നിങ്ങളോട് യുദ്ധം ചെയ്തവരോട് പ്രതികാരം ചെയ്യാതിരിക്കുക. സ്ത്രീകളെയും കുട്ടികളെയും അവരോടൊപ്പം വിടുക. ഖൈബർ ഉപേക്ഷിച്ച് കുടുംബങ്ങളുമായി അവർ പുറപ്പെടുന്നതാണ്. ഭൂമിയും സ്വത്തുക്കളും പ്രവാചകന് വിട്ടുകൊടുക്കും. സാധാരണ ഒരാൾ അണിയുന്ന
വസ്ത്രമല്ലാത്ത സ്വർണം, വെള്ളി, കാലികൾ, പടയങ്കികൾ തുടങ്ങി എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചുവെച്ചാൽ ഇപ്പറഞ്ഞ എല്ലാം ദുർബലപ്പെടുകയും അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും സംരക്ഷണത്തിന് നിങ്ങൾ അർഹരല്ലാതായിത്തീരുകയും ചെയ്യും. അങ്ങനെ അവർ അതിൽ സന്ധി ചെയ്തു, ആ കരാറിൽ ഏർപ്പെട്ടു. ഇതിനുശേഷം ഖൈബറിലെ കോട്ടകളെല്ലാം മുസ്ലിങ്ങൾക്ക് കൈമാറുകയും മുസ്ലിങ്ങൾ ഖൈബർ ജയിച്ചടക്കുകയും ചെയ്തു. ഇതാണ് ഖൈബർ യുദ്ധത്തിൻ്റെ രത്നച്ചുരുക്കം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ നിന്നും ജൂതന്മാരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തങ്ങളുടെ ഭൂമി തങ്ങൾക്ക് കൃഷി ചെയ്യാൻ വിട്ടുതരണമെന്ന് പ്രവാചക തിരുമേനിയോട് അവർ ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. അവരുടെ അഭ്യർത്ഥന മാനിച്ച് നിബന്ധനകളോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. കൃഷി ഉൽപ്പന്നങ്ങളിൽ പകുതി മുസ്ലിങ്ങൾക്ക് നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന കാലത്തോളം അവർക്കങ്ങനെ തുടരാമെന്നും വ്യവസ്ഥ ചെയ്തു. അതിൻ്റെ കണക്കെടുക്കാൻ സ്വഹാബിയായ അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഏൽപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ആകെ 36 ഓഹരികളായി ഭാഗിച്ച്, ഓരോ ഓഹരിയും 100 ഭാഗിച്ച് കുതിര സവാരിക്കാർക്ക് 3 ഓഹരിയും കാൽനടക്കാർക്ക് ഓരോഹരിയും നൽകി അവർക്കത് ലഭിച്ചു. അപ്പം ഇതാണ് ഖൈബറിലെ കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യുദ്ധം, ഇസ്ലാമിലെ യുദ്ധത്തെ സംബന്ധിച്ച് ഇപ്പോഴും ആളുകൾ ഇസ്ലാമിനെ അപഹസിക്കുന്നുണ്ട്. യുദ്ധക്കൊതിയന്മാർ, സമാധാനം തല്ലിത്തകർത്തവർ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഇസ്ലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അവിടെ നിന്ന് പങ്കെടുത്ത യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളുടെ കാരണം, അതിൽ നടന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു അക്രമമായിരുന്നില്ല. പലപ്പോഴും സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു, പ്രതിരോധമായിരുന്നു. തങ്ങൾക്കെതിരെ സംഘടിച്ചു വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കുക എന്നത് അത് അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യുദ്ധങ്ങൾ. ബദറാണെങ്കിലും ഉഹദാണെങ്കിലും ഒക്കെ നമുക്ക് ആ ചരിത്രം മനസ്സിലാവും. എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ്. കയറിച്ചെന്ന് ആക്രമിക്കുക എന്നതായിരുന്നില്ല. ഇവിടെ ഖൈബറിൽ പ്രവാചകരുമായി നടത്തിയ ആ കരാർ അവർ ലംഘിച്ചിട്ട് ബദ്ധവൈരികളായ ശത്രുക്കൾക്ക്, ഖുറൈശികൾക്ക് വേണ്ട സഹായങ്ങൾ പതുക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സന്ദർഭത്തിൽ അവരെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. അവർ കരാർ ലംഘിച്ചവരാണ്. കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ബാധ്യത, അത് മുറുകെ പിടിക്കേണ്ട ബാധ്യത കരാറിൽ ഏർപ്പെട്ട ആളുകൾക്കുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കരാർ ലംഘനം അതിനെ പ്രതികാരം ചെയ്യാൻ ബാധ്യതയായി മാറുന്നു. ആ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പുറപ്പെട്ടതും ഖൈബർ കീഴ്പ്പെടുത്തിയതും. ആ ഖൈബർ കീഴ്പ്പെട്ടതോടുകൂടെ മറ്റ് ഗോത്രങ്ങൾക്ക് മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയപ്പാടുണ്ടായി. മുസ്ലിങ്ങൾക്ക് ഖൈബറിൽ നിന്ന് ഗനീമത്ത് സ്വത്തുക്കൾ ലഭിച്ചു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചരിത്രം കൃത്യമായി പഠിക്കണം. എങ്ങനെയാണ് ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്, അതിൻ്റെ കാരണം എന്തൊക്കെയായിരുന്നു, എന്താണ് യുദ്ധത്തിൽ സംഭവിച്ചത്, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ശിഷ്യന്മാരും അക്രമികളായിരുന്നില്ല.
അവർ യുദ്ധക്കൊതിയന്മാരായിരുന്നില്ല, യുദ്ധത്തിന് വേണ്ടി മാത്രം ജീവിച്ചവരായിരുന്നില്ല, അതിനുവേണ്ടി മാത്രം സഞ്ചരിച്ചവരുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം നമ്മൾ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.